ആ ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക. ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൊരു അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാനത് നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് വിളിക്കാം. ആ മാഡം, സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, പേടിക്കേണ്ട, ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആ സാറേ, ഇല്ല സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, ബുദ്ധിമുട്ട് മനസ്സിലായി സാറേ, എത്രയും പെട്ടെന്ന് ശരിയാക്കാം. സർ, ചിൽസ് ബാക്കപ്പ് എടുത്തുകൊണ്ട് 2 മണിക്കൂറിനുള്ള ബ്രാഞ്ചസ്. 2 മണിക്കൂർ നിന്റെ വായിന്നൊന്ന് കേൾപ്പിക്കരുത്. നീ നിനക്ക് അറിയില്ല എൻ്റെ പഴയ സ്വഭാവം. ഇവിടെ നീ ഹാക്കിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടല്ലേ ഈ കാശ് മുഴുവൻ മുടക്കിയിട്ട് താനീ പറഞ്ഞ സാധനം അവിടെ ഞാൻ വാങ്ങി വെച്ചത്. എന്നിട്ട് പിറ്റേന്ന് തന്നെ വന്ന് പറയുകയാണ് വീട്ടിൽ ഹാക്കിംഗ് ആയി, ഉള്ള ഡീറ്റെയിൽ എല്ലാം ഡിലീറ്റ് ആയി പോയെന്ന്. സാർ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിരുന്നു നമ്മൾ പബ്ലിക്കിൽ നിന്ന് മാറ്റി VPN ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ താൻ കാര്യം ചെയ്യും, ഈ കമ്പ്യൂട്ടർ എല്ലാം കൂടെ എടുത്ത് വല്ല കിണറ്റിലും കൊണ്ടിടും. എന്നിട്ട് നാളെ മുതൽ കസ്റ്റമേഴ്സിന് പേപ്പറിൽ എഴുതി റെസിപ്റ്റ് കൊടുക്കാം. അയ്യോ സാർ, നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് NBFC നടത്താൻ പറ്റില്ല. RBI റൂളാണ്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഹാക്ക് ചെയ്തവനെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്ന് തന്റെ കസേരയിലോട്ട് ഇരുത്ത്. എന്നിട്ട് താൻ വല്ല കപ്പിലട്ടി കച്ചവടത്തിനും പോകും. അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് അറിയാമല്ലോ. സാർ, ഞാനൊരു ഡൗട്ട് പറഞ്ഞാൽ ടെൻഷൻ ആവരുത്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ സെക്യൂരിറ്റി വീക്ക് ആയതുകൊണ്ട് ഏതോ പിള്ളേർ കയറി കളിക്കുന്നതെന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ ആരോ ടാർഗറ്റ് ചെയ്യുന്നതാണെന്ന്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരോ പ്രൊഫഷണൽ ഹാക്കേഴ്സിനെ ഇറക്കി കളിക്കുന്നതാണെന്ന്. ഹാക്കിംഗ് തടയിൽ അവിടെ നിൽക്കട്ടെ, ഇതാരാ ചെയ്തതെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് അറിയണം അതാരാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ഹായ്, ചെയർമാൻ്റെ ക്യാബിൻ. ആ കാണുന്നത്. എക്സ്ക്യൂസ് മീ. വാ വാ, ഇത് സിമി. ഹലോ സർ. സിമി ഇരിക്കുക. സിമി ഒരു എത്തിക്കൽ ഹാക്കറാണ്. ആ, എവിടെയാണ് സിമിൻ്റെ നാട്? എൻ്റെ സ്വന്തം സ്ഥലം ഇടുക്കിയാണ്. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, പെരുമ്പള്ളിശ്ശേരി. ആ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ലേ? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം മോൻ ചെറുതായതുകൊണ്ട് വീട്ടിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. ഹാക്കറെ പിടിക്കാൻ സിമിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സിമി കമ്പനിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല. അത്രയ്ക്ക് പഠിച്ച കള്ളനാണ് അവൻ. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം സർ. ട്രൈ ചെയ്താൽ പോരാ, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം. എനിക്ക് ഇവിടുത്തെ സെർവർ ഒന്ന് കാണാൻ പറ്റുമോ? ഈ സെർവർ റൂം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഹാക്കിംഗ് കഴിഞ്ഞപ്പോൾ സെർവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ്. ആ, ഇതെന്തോ? ഇത് എൻ്റർ തലാണ്. എൻ്റർ മാത്രം അടിക്കണമെങ്കിൽ ഇത് അടിച്ചാൽ മതി. ചെയർമാൻ്റെ മോളിൽ കണ്ടുപിടുത്താണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കീബോർഡ് ഇല്ലേ? ആ, താങ്ക് യു. കാണിച്ച്. വിനോദ, ഒന്ന് മോനെ നോക്കിയോളൂ.
നീ പരിപാടി നിർത്തിക്കോട്ടാ, ഡേഞ്ചറാണ്. അത് ഹണി പോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കേട്ടാ. അത് അവരുടെ IP-യിലേ ഒരു ഫേക്ക് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കയറിയത്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഓലപ്പാമ്പ് കാട്ടിയതാണ് അവന്മാർ. ഓലപ്പമാണെങ്കിലടാ അവർക്ക് കാതൽ എന്നുള്ള പേര് മനസ്സിലായത്. അതവർ VPN പ്രൊഫൈൽ നെയിം നോക്കി മനസ്സിലാക്കിയല്ലേ. എടാ നീ പയ്യനാണ്, നീ കളിക്കേണ്ടത് ഒരു കമ്പനിയോട് കേട്ടാ. അവർ വീട്ടിലേക്ക് അന്വേഷിച്ച് വരും. അതിനവർക്ക് എൻ്റെ ലൊക്കേഷൻ കിട്ടണം. അത് കിട്ടാതിരിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇപ്പം അവന്മാരൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഇരിക്കെ. എന്തായി, അവൻ എഴുത്തുകാരനാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? സാറേ, ഞാൻ അവൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്തായാലും അവൻ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ആളാണെന്ന് ഉറപ്പാണ്. മിക്കവാറും സൗത്ത് ഇന്ത്യൻ. കാരണം അവൻ ഈ ഹാക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരിക്കുന്ന പേര് കാതലൻ എന്നാണ്. കാതലനോ? ചിരിച്ചിരിക്കടാ. എന്തായാലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കളിക്കുന്ന കളിയാണെന്ന് ഉറപ്പായി. ഇല്ല പ്രവീൺ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ അറിയാൻ കൂടി ഇല്ല. അവരെപ്പോഴേ നമ്മുടെ ഡേറ്റ എടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ 2 തവണ ഹാക്ക് ചെയ്തപ്പോഴും നമ്മുടെ ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവന് നമ്മുടെ ഡേറ്റ വേണ്ട, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതിനാണ് ഹാക്ക് ചെയ്യുന്നത്. ആദ്യം ചിലപ്പോൾ അവൻ തമാശയ്ക്ക് ഹാക്ക് ചെയ്തതായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ സെക്യൂരിറ്റി കൂട്ടിയപ്പോൾ അവന് ചിലപ്പോൾ വാശി കൂടി കാണും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്ത ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് അവനെങ്ങനെ ആക്സസ് ചെയ്തു എന്നുള്ളതാണ്. അത് ആക്സസ് ചെയ്യാതെ എന്തായാലും ഹാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ, അവൻ നമ്മളറിയാതെ നമ്മുടെ ഓഫീസിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ജിൽസേ, നമ്മുടെ CCTV റെക്കോർഡ്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അയാൾ ഓഫീസിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലേ? അല്ല, അങ്ങനെ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ CCTV ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പക്ഷേ അവൻ എങ്ങനെ കയറി, എന്ന് കയറി എന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് ഈ ഹെഡ് ഓഫീസ് മാത്രമല്ലല്ലോ ഉള്ളത്. അവൻ ഏതെങ്കിലും ബ്രാഞ്ചിൽ കയറിയാലും മതി. അത് മാത്രമല്ല, അവൻ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാതിരിക്കാൻ നമ്മുടെ ഏതെങ്കിലും കസ്റ്റമർ ആയിട്ടോ ഇനി ഏതെങ്കിലും സർവീസ് പ്രൊവൈഡർ ആയിട്ടോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റാഫിനെ അവൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോയെന്ന്. നമ്മുടെ ഈ ബ്രാഞ്ചുകളിലെ സിസ്റ്റംസ് ഒക്കെ ആരാ സർവീസ് ചെയ്യുന്നത്? അല്ല, ആദ്യം അവർ അടുത്തുള്ള ആരെയും വിളിച്ച് സർവീസ് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചാൽ ഇവിടുന്ന് ആൾ വിടും. അതല്ലാതെ വേറൊരാളെ കമ്പ്യൂട്ടർ തൊടാൻ സാധ്യതയില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ CCTV ചെക്കിംഗ് ഒന്ന് സ്ട്രോങ് ആക്കണം. സൺഡേ 1 മണിക്കൂർ ജിൽസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സാറേ, സൺഡേ എന്താ നിനക്ക് പറ്റില്ലേ? മതി, എനിക്ക് നിങ്ങളുടെ തിയറി ഒന്നും കേൾക്കണ്ട. ഈ കാതലെന്ന് പറഞ്ഞവനെ ഒന്ന് കണ്ടുപിടിച്ച് തന്നാൽ മതി. ബാക്കി ഞാൻ ചെയ്തോളാം. എന്താണ് അത് സിമിയെ കൊണ്ട് പറ്റുമോ? നമുക്ക് പിടിക്കാം സാറേ. എന്തായാലും നമ്മൾ അവനെ പിടിച്ചിരിക്കും. കാതലൻ ഇവന്മാരായിരിക്കും റോയൽ പീരിയഡ് ഹാക്ക് ചെയ്തത്. ആ ബെസ്റ്റ്. എന്തായാലും ഇവന്മാരൊന്നും അല്ലെന്ന് ഉറപ്പാ. അവൻ അത്യാവശ്യം നല്ല സെക്യൂരിറ്റിയാണ് പൊളിച്ച്. അവൻ്റെ ഒരു റേഞ്ച് വെച്ച് നോക്കിയാൽ അവൻ വല്ല MNC-യിലും വർക്ക് ചെയ്യായിരിക്കും. ആദ്യം ഹാക്ക് ചെയ്തപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ഇവ രണ്ടാമതും ചെയ്തു. അത് പോട്ടേന്ന് വെച്ചു. പിന്നെ ഐ ഫൗണ്ട് മിസ്റ്റർ കാതലെന്ന് കണ്ടപ്പോൾ ഇവ നിർത്തിയെന്ന് പറഞ്ഞതാ. അപ്പത്തേ അവൾ വീട്ടിൽ കയറി വന്നേക്കണം. ഇത്രയും കാലം വഴി കൂടെ പോണവർ വരെ എൻ്റെ തലക്കിട്ട് കൂട്ടിയിട്ട് പോവായിരുന്നു. ആദ്യമായിട്ട് അന്വേഷിച്ചേട്ടാ ഞാനൊരാൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണത്. ആദ്യം ഞാൻ എന്നെ തല്ലിയൻ്റെ ദേഷ്യത്തിൽ അവന്മാർക്ക് പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഹാക്ക് ചെയ്തതാണ്. പിന്നെ അവന്മാർ സെക്യൂരിറ്റി കൂട്ടിയപ്പോൾ എനിക്ക് വാശിയായി. ഓരോ തവണ ഹാക്ക് ചെയ്യുമ്പോഴും കോൺഫിഡൻസ് കൂടുന്നു. കോൺഫിഡൻസ് കോപ്പ്. ഞാൻ പറഞ്ഞല്ലോ അവർ വീട്ടിലേക്ക് ട്രാക്ക് ചെയ്ത് വരുന്നു. കഴിഞ്ഞ ദിവസേ 3 പിടികയിൽ സൈബർ പോലീസ് ഒരു തന്നെ പൊക്കി. സീരിയൽ നടിയുടെ പോസ്റ്റ്മെന്റിൽ തെറിക്കമെന്റ് എഴുതിയതിന്. അവളതിന് ട്രാക്ക് ചെയ്തൊന്നും വന്നതൊന്നുമല്ല, അവൾ ഊഹിച്ചെന്തോ എത്തിയാണ്. എങ്ങനെ വന്നാലും വിഷ്ണു, ഈ പരിപാടി നീ ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇല്ലെങ്കിലേ നമ്മൾ 2 പേരും ജയിലിലാവും. ഞാൻ നിർത്തിയാണ് ചേട്ടാ. നീ ഹാക്കിങ്ങും പരിപാടിയൊന്നും ഇല്ല. അവളെ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മനെ അനിയത്തിനൊക്കെ പരിചയപ്പെടുത്തി എൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ വന്നാണെങ്കിൽ ഇങ്ങനെ ഡൈ സെൻറ്റിമെൻസിൻ്റെ പുറത്ത് നീ അവളൊന്നും വിളിക്കാൻ നിൽക്കല്ലേട്ടാ. ഇനി വിളിച്ചാൽ തന്നെ നമ്മളാണ്, അല്ല നീയാണിത് ഹാക്ക് ചെയ്തെന്ന് പറയല്ലേട്ടാ. എങ്ങനെ വിളിക്കാനാണ്? കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടേക്കല്ലേ. തനിക്ക് ഓട്ടമൊന്നുമില്ലേ? വെറുതെ അല്ല തൻ്റെ വീട്ടിൽ അടുപ്പ് പോയാത്തത്. അത് ശരി, രാവിലെ തന്നെ 2 കൂടി കയറി ഓട്ടോയിൽ കിടക്കും. പിന്നെ എങ്ങനെ ഓട്ടം കിട്ടാനാണ്? അടുപ്പ് പോകുകയുള്ളെന്നാ. എനിക്ക് ഇപ്പോൾ ഒരു ഓട്ടം ഉണ്ട്. ഇറങ്ങിക്കേ സാർമാരാണ്, ഇറങ്ങിക്കേ. കാതലൻ നീയല്ലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ തന്നെ ചെയ്തേക്കണേന്ന്. പിന്നെ ഞാൻ പറയാതിരുന്നത്, ഇനിയിപ്പോൾ ഇൻ കേസ് അവൻ അല്ലെങ്കിൽ ഒന്നാമത് എന്നൊരു ഹാർട്ട് ബ്രേക്കിലാണ്. അതിനോട് ഇങ്ങനൊരു അക്യൂസേഷൻ കൂടെ വേണ്ടെന്ന് വെച്ചിട്ടാ. എനിക്ക് തോന്നുന്നില്ല അവനെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നത്.
താൻ തൻ്റെ റിലേഷൻഷിപ്പ് കൂട്ടി വയ്ക്കുമ്പോൾ അങ്ങനെ തോന്നണതാ. പുറത്താരോടെങ്കിലൊക്കെ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പോണില്ലേ? മാത്യു ഇത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അയ്യോ, ശില്പ വിശ്വാസമില്ലെന്നല്ല, തെളിവില്ലാതെ ഒരാളെ കള്ളനാക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ പിന്നെ ചെയർമാനോടൊന്നും സംസാരിച്ച് നോക്കായിരുന്നില്ലേ? അപ്പച്ചൻ്റെ സ്വഭാവം അറിയാലോ മാത്യുവിന്, ഒറ്റബുദ്ധിയാണ്. എന്തൊക്കെയാ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം കഷ്ടപ്പാടൊക്കെയുള്ള ഫാമിലിയാണ് അവൻ്റെ. എനിക്കൊരു സംശയം തോന്നി, ഞാനത് മാത്യുവിനോട് പറഞ്ഞു. മാത്യുവിനിപ്പോൾ ആരോടും പറയാനൊന്നും പോണ്ട. ശില്പയ്ക്ക് അവനോടൊരു സോഫ്റ്റ് കോർണറുള്ള പോലെ. അങ്ങനൊന്നുമില്ല. ഞാൻ തന്നെയാണ് ആ കേസ് വിട്ടത്. കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അവൻ വേറെ തന്നെ ടൈപ്പാണ്. പിന്നെ അപ്പച്ചൻ എന്തൊക്കെ ചെയ്താലും സമ്മതിക്കാൻ പോകുന്നില്ല. വീട്ടിലടി ഉണ്ടായി കല്യാണം കഴിക്കാനൊന്നും എനിക്ക് വയ്യ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിലടി ഉണ്ടാക്കാതെ നമുക്ക് കല്യാണം കഴിച്ചാലോ? അല്ല, ഞാൻ കുറേ കാലമായി പറയണമെന്ന് വിചാരിച്ചാണ്. ഞാൻ പോട്ടെ. മാത്യു പറഞ്ഞത് സീരിയസ് ആയിട്ടാണെങ്കിൽ അപ്പച്ചനോട് സംസാരിച്ചാൽ മതി. ഈ ആവശ്യമില്ലാത്ത ബ്രാഞ്ചുകൾ മെർജ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ പുത്തമ്പേടി ഗാന്ധിക്കാട് അടുത്തുള്ള സ്ഥലങ്ങളാണ്, അത് രണ്ടും മെർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഗുരുവായൂർ ചാവക്കാട് അടുത്തടുത്ത സ്ഥലങ്ങളാണ്, അത് രണ്ടും മെർജ് ചെയ്യാം. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ റോയൽ പെരിയാടിൻ്റെ 100 ബ്രാഞ്ചുകൾ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സങ്കല്പം. ഇപ്പം മാത്യു പറയുന്നതിൽ കാര്യമുണ്ട്. ആ ബാബാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇരിക്കേ. സർ, നമുക്ക് ഹാക്കിംഗ് ത്രെട്ടുള്ളതുകൊണ്ടേ നമ്മുടെ സെർവർ സെക്യൂരിറ്റി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രപ്പോസലായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെ ചിലവാക്കിയ പൈസ ഒന്നും പോരാന്നാണോ നിങ്ങൾ പറയുന്നത്? ഇനിയും ചിലവാക്കണമെന്ന്. എന്നിട്ട് നാളെ രാവിലെ ആ മുതൽവൻ വന്നിട്ട് പഴം പോലെ ഹാക്ക് ചെയ്തിട്ട് പോകാനല്ലേ? മുതൽവനല്ല സർ, കാതലൻ. ആ കാതലനായാലും ജെന്റിൽമാൻ ആയാലും ആരായാലും അവനിനി വരാനൊന്നും പോകുന്നില്ല. സിമി എന്ന് മെസ്സേജ് ചെയ്ത പിന്നെ അവന് മനസ്സിലായിട്ടുണ്ട് ഞാൻ ആരാന്ന്. എനിക്കറിയാം എൻ്റെ ശത്രുക്കളുടെ സൈക്കോളജി. സാർ, അവനിപ്പോൾ കുറച്ച് നാളായിട്ട് സിസ്റ്റത്തിൽ കയറാത്തതുകൊണ്ടാണ് നമുക്ക് അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അവൻ പേടിച്ചിരിക്കുവാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. എന്തായാലും നമ്മളൊന്നും സെക്യൂർഡ് ആയിട്ടിരുന്നില്ലെങ്കിൽ കൂടുതൽ ഡാമേജ് നമുക്കായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ക്ലൗഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ ഈ സെർവർ നമുക്ക് DR എന്ത് വേണേലും ചെയ്യാം. ക്ലൗഡിലേക്കോ ചന്ദ്രനിലേക്കോ എങ്ങോട്ട് വേണേലും ഷിഫ്റ്റ് ചെയ്യാം. പക്ഷെ അന്ന് സിമി എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു. നമുക്കവന് ട്രേസ് ചെയ്യാൻ പറ്റാത്ത എന്താണ്? തെളിവോടുകൂടി പൊക്കണം. ഞാൻ നമ്മുടെ സെർവറിൽ പുതിയൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, SIM എന്ന് പറയും. ഇനി ഒരു തവണ കൂടി അവൻ ഹാക്ക് ചെയ്ത് നമ്മുടെ സെർവറിൽ കയറുകയാണെങ്കിൽ എന്തായാലും അവൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അവൻ വീണ്ടും ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അവനെ കൊണ്ട് വീണ്ടും ചെയ്യിക്കാൻ ഞാനും ശ്രമിച്ചാലോ? അതെങ്ങനെ? അത് ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് പറയാം. ചിലപ്പോൾ എൻ്റെ മനസ്സിലെ പ്ലാൻ നടന്നില്ലെങ്കിലോ? നിങ്ങളെന്തായാലും അലേർട്ടായിട്ടിരുന്നോ? ഈ സ്പിരിറ്റാണ് ഞാൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അവനാരാന്ന് നമ്മളും നമ്മളാരാന്ന് അവനും അറിയും. റോയൽ പെരിയാറിനെ തൊടാൻ തോന്നിയ ചീത്ത സമയം അവൻ എണ്ണിപ്പെറുക്കി കരയും. പക്ഷെ അവൻ ആരാന്നറിയാതെ മാത്യു എന്താ ചെയ്യാൻ പോകുന്നത്? ചായ പറയട്ടെ? വേണ്ട, ഞാൻ വരുന്ന വഴി സ്റ്റാൻഡിൽ നിന്ന് കുടിച്ചിട്ടാവുന്നു. ഇത് നിന്റെ അപ്പനാണോ? അല്ല, ഷെയറാ. ഞാൻ പറയാനുള്ള ഒരു ഉണ്ടെങ്കിൽ പുള്ളിയും പിന്നെ വേറെ 1-2 കൂടി ഉണ്ട്. എന്തേ ചോദിച്ചേ? അല്ല, ഇനി ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അന്ന് നീ വീട്ടിൽ വന്നു പോയ പിന്നെ അച്ഛൻ എൻ്റെ കമ്പ്യൂട്ടർ കയറിന് പൊട്ടിച്ച്. എടാ, ഞാനൊന്ന് കുറച്ച് ഇമ്പൾസീവായിപ്പോയി. പിന്നെ സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിപ്പിച്ചത്? അല്ല, പിന്നെ എൻ്റെ കല്യാണമാണ്. കൺഗ്രാറ്റ്സ്, ഹാപ്പി മാരേജ് ലൈഫ്. യു ഡോണ്ട് ഹാവ് ടു ഡു ദിസ്. എന്തെങ്കിലും ഇത് പറയേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചാ. ആരാണ് ആളാരാണ്? ഞാനാണ് ആള്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശില്പ, ഒരു മിനിറ്റ്. അന്ന് തന്നെ ഇൻസ്റ്റയിൽ തെളിവിച്ച് നീയാണല്ലേ? അപ്പോഴേ ഞാൻ ആലോചിച്ചാൽ നിന്നെ നേർക്കൊരൊന്ന് കാണണമെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ പൊളിക്കാതെ നീ ഞങ്ങളുടെ കമ്പനി ഹാക്ക് ചെയ്യൂലേ? ഞാനതൊരു സംശയം പറഞ്ഞതാണ്. അന്ന് ചെയർമാൻ നിന്നെ ഓഫീസിൽ നിന്ന് തല്ലിറക്കി വിട്ടില്ലേ? അതുപോലെ ഇപ്പോൾ ഇവിടെ തല്ലിറക്കി വിട്ടാലും എന്നോടൊരു പട്ടിയും ചോദിക്കില്ലേ? മനസ്സിലായോ?
നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ ഞാൻ കെട്ടാൻ പോവാണ്. റോയൽ പീരിയഡ് കമ്പനി എൻ്റെ കൂടെയാണ്. നീ ഓണാണെങ്കിൽ ഒന്നുകൂടെ ഹാക്ക് ചെയ്ത് കാണിക്കറ. പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നല്ലേ ശില്പേ? ശരി. മാത്യു കാണിച്ച് ഭയങ്കര മോശമായി പോയിട്ടാ. മാത്യു എന്തിനാ എന്നെ ഫോളോ ചെയ്തത്? ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്ന വിചാരിച്ചു വെച്ചേക്കണേ. നിനക്കല്ലേ സംശയം അവനാണ് കാതലെന്ന്? അത് ഉറപ്പിക്കണ്ടേ? ഇനി ഹാക്ക് ചെയ്യേ എന്തുകൊണ്ടും ചെയ്യട്ടെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എടാതെ ഇവന്മാർ നമ്മുടെ ഷോപ്പിൻ്റെ ആഡ് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതെടുത്ത് ലോക്കൽ ചാനലും തിയേറ്ററിലൊക്കെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? എന്തു പറ്റിയിടാ ചേട്ടാ? ശില്പ ഇപ്പോൾ ഭയങ്കര കോൾഡ് റെസ്പോൺസാണ്. കുറേ ആയി തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ആകെ പ്രാന്തായിട്ടും പാടില്ല. എടാ ഈ ഫോണിലെ കമ്മ്യൂണിക്കേഷനില്ലേ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? ഏ പോയിട്ട് അവളെ കാണും, കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യും. നീയേ നേരിട്ട് കാണും, കണ്ടിട്ട് സംസാരിക്കും. അത് കുഴപ്പമില്ല. 154 റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്യാം. നമ്മുടെ TDS ക്രെഡിറ്റ് മാച്ചിങ് ആണ്. അവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്താണ്? ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാണേ. വീട്ടിലേക്കല്ലേ? ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവനെ കണ്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പൊക്കോളാം. അപ്പോൾ നീ ഇറങ്ങിയിട്ട് വണ്ടി ഇങ്ങോട്ടൊന്ന് വിടണം, എനിക്ക് കാഞ്ഞാണി വരെ ഒന്ന് പോകണം. ഇല്ല കുഴപ്പമില്ല, ഞാൻ എന്നാ ഓട്ടോ വിളിച്ചിട്ട് പൊക്കോളാം. ഓട്ടോയൊന്നും വേണ്ട, താനിപ്പോൾ ഇറങ്ങുമല്ലേ? അല്ല, ഇത് തീർത്തിട്ട് നമുക്ക് അതൊന്നും തറവായിട്ട് നമുക്ക് നാളെ ഇരിക്കാം കേട്ടോ. പോണ വഴിക്ക് വിളി ഒന്ന് അവിടെ ഇറക്കിയേക്കും. ശരി ശരി. അപ്പോൾ സോറി. ശില്പ എന്താണ് ഇവിടെ തന്നെ ജോയിൻ ചെയ്ത്? വല്ല നല്ല കമ്പനിയിൽ നോക്കായിരുന്നില്ലേ? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് IT സ്കോപ്പുള്ള ഏതെങ്കിലും കമ്പനിയിൽ നോക്കായിരുന്നില്ലേ എന്നാണ്. അല്ല, എനിക്ക് 1-2 കമ്പനി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് മറന്നിക്കാൻ ഒരു മടി. ഞാൻ കുറച്ച് ഹോം സിക്കാണ്. ആണോ? ഞാനും ഹോം സിക്കാണ്. അവിടെ നിർത്തിക്കോ. അതെ, അവിടെ. ഓക്കെ. വിഷ്ണു, ഇത് മാത്യു, ഞങ്ങളുടെ കമ്പനിയിലെ ഫിനാൻസ് മാനേജറാ. മാത്യു, ഇത് വിഷ്ണു, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഓക്കെ ശില്പ, നാളെ ഓഫീസിൽ കാണാം. ബൈ. ഓക്കെ ശരി, ബൈ. ഇതാരുടെ വണ്ടി? ഇതാ നീശേട്ടൻ്റെ. നമുക്ക് ഈ റോഡ് നിൽക്കാണ്ട് എങ്ങോട്ടേലും ഇരിക്കാം. വാ വാ. പണിയുണ്ടാ? അപ്പച്ചൻ്റെ ഓഫീസാന്നുള്ള പ്രഷർ വേറെ ഉണ്ട്. പഠിച്ചു വരണേ ഉള്ളൂ. ഞാനേ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്ത് ബിസിനസ്? കമ്പ്യൂട്ടർ ഷോപ്പ്. അനീഷേട്ടൻ്റെ ഷോപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. നീ എന്തൊന്നും പറയാത്തത്? ഞാൻ എന്തുകൊണ്ട് പറയാനാ വിഷ്ണു? നീയൊക്കെ തീരുമാനിച്ചിരിക്കല്ലേ? എൻ്റെ വിഷ്ണു, നീ അധികം സപ്ലൈ ഇല്ലാന്ന് എഴുതിയെടുക്കാൻ നോക്ക്. അതെല്ലാം ഞാൻ എഴുതിയെടുക്കും. പിന്നെ എല്ലാവരും ഈ പരീക്ഷ ദയവ് ചെയ്ത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബിൽ ഗേറ്റ്സിന് ഉദാഹരണം എൻ്റെ അടുത്ത് പറയരുത്. എടി, നിൻ്റെ അപ്പൻ്റെ അടുത്ത് നമ്മളുടെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ എനിക്ക്? ബെസ്റ്റ്. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ? കമ്പ്യൂട്ടർ ഷോപ്പിയുടെ മുന്നേ ചെന്നാൽ മതി. കമ്പ്യൂട്ടർ ഷോപ്പിന് എന്താ കുഴപ്പം? നിൻ്റെ അപ്പന് കുറി കമ്പനി, എനിക്ക് കമ്പ്യൂട്ടർ ഷോപ്പ്. കുറി കമ്പനിയാ? ഞങ്ങളുടെ NBFC ആണ്. നീ ആദ്യം ആ ഫോണിൽ നിന്ന് കണ്ണെടുക്ക് പണ്ടാറങ്ങാനായിട്ട്. ശില്പ, നിൻ്റെ അപ്പച്ച സമ്മതിച്ചില്ലെങ്കിൽ നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരുമോ? എങ്ങോട്ടേക്ക് വിഷ്ണു? ഞാനേ പോവാ. എനിക്കൊന്നും സംസാരിക്കില്ല. നീ ഇതിനൊരു ഉത്തരം പറഞ്ഞിട്ടോ ശില്പേ? എന്തിനാ നിനക്ക് ഉത്തരം അറിയണ്ടേ? വിപ്ലവ കല്യാണം നീ പ്രതീക്ഷിക്കണമെങ്കിൽ നടക്കില്ല വിഷ്ണു. നീ ഹിന്ദു, ഞാൻ ക്രിസ്ത്യാനി. അതന്നെ ഒരു വിപ്ലവം. മര്യാദയ്ക്കൊരു ജോലി ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ജോലിക്ക് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിൻ്റെ അപ്പന് ബിസിനസ് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം.
നീ എന്തെന്റെ അപ്പച്ചന്റെ ബിസിനസ് കണ്ടതുപോലെയാണല്ലോ സംസാരിക്കണത്. നീ കണ്ട ഞങ്ങളുടെ കമ്പനി? ഞാൻ നിന്നെ ഇപ്പം കെട്ടാനല്ല വന്ന്. എനിക്കൊരു തീരുമാനം അറിയണം. ഈ കട്ട്ലേറ്റിന്റെ കാശ് ഞാൻ കൊടുക്കുന്നുള്ള ഉറപ്പില്ലല്ലേ നീ ഇത് ഓർഡർ ചെയ്തേക്കണേ അല്ലേ? ഒന്നും നോക്കണ്ട, അവൾക്ക് വേറെ ലൈൻ സെറ്റായി. നിനക്കിതെന്താണ് മനസ്സിലാവുന്നത്? വിഡ്ഢിയാണാ നീ? ഞാനിന്ന് നിന്നപ്പോൾ അവൾ ഒരുത്തനാണ് കൊണ്ടുവന്നാക്കിയത്. ചെറുപ്പക്കാരനാണോ? വലിയ പ്രായമൊന്നുമില്ല. ആ, അപ്പോൾ ഉറപ്പായി ലൈൻ തന്നെ. അങ്ങനെ പറയില്ല രജീശ്വനെ. നീ എന്തിനീ കിടന്ന് മോങ്ങണേന്ന്? നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ 2 ബിയർ അടിച്ചിട്ടുണ്ട്. തലക്ക് പ്രാന്ത് വന്നിട്ട് പാടില്ല. അവളുടെ കാര്യം ഞാനൊരു സാധ്യത പറഞ്ഞാണ്. ഒന്നാമത് ഈ 2 ആൾ 2 സ്ഥലത്തുള്ള പ്രേമൊക്കെ വർക്കാവാൻ കുറച്ച് പാടാണ്. അത്രയും സ്നേഹമാണെങ്കിലേ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ സക്സസ് ആവുള്ളൂ. മനസ്സിലായ? കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുടാണോടാ ലോങ് ഡിസ്റ്റൻസ്? അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതേ പ്രശ്നം എനിക്ക് പണ്ട് വന്നപ്പോഴാണ് ഞാൻ ഫാത്തിമയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. എടാ, എന്തെങ്കിലും ഉടായിപ്പുണ്ടെങ്കിൽ നമുക്ക് അവളെ ചാറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആടെന്താ അവസ്ഥ? ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. എടാ തെണ്ടി, ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഫിഷിങ് മാത്രമേ പറ്റുള്ളൂ അല്ലേ? എടാ, എനിക്കും അറിയാൻ പാടില്ല ഈ പരിപാടി. ഞാൻ ചെയ്ത് പഠിക്കുന്നുള്ളൂ. ആ, നടന്ന എന്നോട് പറയണം, മനസ്സിലായ? ആ, പറയാ. അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 1 2 3 അടിച്ചപ്പോൾ കിട്ടിയെന്നൊന്നും പറഞ്ഞേക്കരുത്. ആ, ശരി, വെച്ചോ. അവിടെ പിന്നെ നമ്മുടെ പിള്ളേരെ കൂടി മറ്റേ ശ്രുതിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിടുന്നില്ല. നിന്നെ വിളിച്ചില്ലേ? എന്നൊന്നും വിളിച്ചിട്ടില്ല. നിന്നെ കിട്ടുമ്പോൾ വിളിക്കാം. വിളിച്ചിട്ടില്ല പിന്നെ അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 1 2 3 അടിച്ചപ്പോൾ കിട്ടിയെന്നൊന്നും പറഞ്ഞേക്കരുത്. നിന്റെ തന്തയോട് പോയി ചോദിക്കണം.